ഗൈസ്, എല്ലാവർക്കും ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്താ വെച്ചാൽ റയലും അൽ നാസറിൻ്റെ ഇൻഫോർമേഷനുമായിട്ടാണ്. അൽ നാസറിൻ്റെ കളി കഴിഞ്ഞിട്ടുണ്ട്, അൽ നാസറിൻ്റെ കളി കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമതിന് അൽ നാസർ ജയിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. അൽ നാസർ നോക്കുകയാണെങ്കിൽ അൽ നാസർ ഇപ്പോൾ ഇന്നലത്തെ കളിയിൽ അവർ ജയിച്ചിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ബി കളി നടന്നിട്ടുണ്ട്. അതോടെ 2 എന്ന സ്കോറിൽ ജയിച്ചിട്ടുണ്ട്. പിന്നെ അതോടുകൂടി തന്നെ പിന്നെ അൽ നാസർ ഇപ്പോൾ ടേബിൾ നോക്കുകയാണെങ്കിൽ എത്ര 4ാം സ്ഥാനത്താണ് അൽ നാസർ ഉള്ളത്. 1ാം സ്ഥാനത്ത് അൽ ഹിലാൽ, 1ാം സ്ഥാനത്ത് അൽ ഹിലാലാണ്. അൽ ഇത്തിഹാദ് 2ാം സ്ഥാനത്ത്. അങ്ങനെ 4ാം സ്ഥാനത്താണ് ഇപ്പോൾ അൽ നാസർ ഉള്ളത്. അൽ നാസർ ഇപ്പം 4ാം സ്ഥാനത്താണ്. പിന്നെ അതോട് നമുക്ക് നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് ഇപ്പോൾ സമനില പിടിച്ചിട്ടുണ്ട്. 64ാം മിനിറ്റിൽ അവരടിക്കുകയും 90+5 മിനിറ്റിൽ നമ്മൾ അടിക്കുകയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ബാർസലോണയുടെ ഈ ടേബിൾ നോക്കുകയാണെങ്കിൽ ബാർസലോണയാണ് മുന്നിലുള്ളത്. ഇപ്പോൾ ബാർസലോണയാണ് ഇപ്പോൾ ലാ ലീഗ മത്സരത്തിൽ മുന്നിലുള്ളത്. പിന്നെ 2ാം സ്ഥാനത്ത് റയലും. ഞാനിപ്പോൾ മത്സരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. നാളെ കളിയുണ്ട്. നാളെ ടുമാറോ കളിയുണ്ട് റയൽ മാഡ്രിഡിന്. പിന്നെ ഇന്റർ മയാമി നോക്കുകയാണെങ്കിൽ ഇന്റർ മയാമി ഇന്നലത്തെ കളിയിൽ സമനില പിടിക്കുകയാണ്. 1-1 സ്കോറിൽ സമനില പിടിച്ചു. ഇന്റർ മയാമി ഇന്നലത്തെ കളിയിൽ സമനില പിടിക്കുകയാണ് ഉണ്ടായിരുന്നത്. 1-1 സമനിലയിൽ 67ാം മിനിറ്റിൽ ലയണൽ മെസ്സിയാണ് അടിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഇന്റർവ്യൂ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇനിയും വിശദാംശമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.